എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ ആ തിരുവചനത്തിൻ്റെ ഏറ്റവും മെയിൻ തീം ഫോളോയിങ് ജീസസ് ഓൾവേസ് ബ്രിങ്സ് ഇറ്റേണൽ റിവാർഡ് എന്നുള്ളൊരു ചിന്തയാണ്. അതിൻ്റെ ഒന്നാമത്തെ ചിന്ത ട്രൂ ഡിസൈപ്പിൾഷിപ്പ് ഇൻവോൾവ് സാക്രിഫൈസ് എന്നുള്ള ചിന്തയാണ്. Peter said, "We have left everything to follow you." Discipleship is not about comfort, but commitment. യേശുവിനെ അനുഗമിക്കൽ ത്യാഗമില്ലാതെ സാധ്യമല്ല. പത്രോസിനെ പോലെ നാം എല്ലാം വിട്ട് യേശുവിനോടൊപ്പം നടക്കണം. രണ്ടാമത്തെ ചിന്ത, God never forgets our sacrifice. Jesus promised a 100-fold blessing. Not just in heaven, but even now, through the joy of faith and community. നാം യേശുവിനായി ഉപേക്ഷിച്ചതെല്ലാം ദൈവം 100 ഇരട്ടി തരുന്നു ഈ ലോകത്തിൽ. അവൻ നമ്മുടെ ത്യാഗങ്ങൾ ഒരിക്കലും മറക്കുന്നില്ല. മൂന്നാമത്തെ ചിന്ത, ഇറ്റേണൽ ലൈഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റിവാർഡ്. earthly blessings fade, but the life with Christ is forever. നിത്യജീവൻ തന്നെയാണ് യേശുവിൻ്റെ അനുഗമത്തിൻ്റെ മഹത്തായ പ്രതിഫലം. ഇഹലോക അനുഗ്രഹങ്ങളെക്കാൾ നിത്യതയാണ് വിലപ്പെട്ടത്. അതുകൊണ്ട് let us now follow Jesus wholeheartedly, trusting that no sacrifice made for him ever goes unrewarded. യേശുവിനായി നാം ചെയ്യുന്ന ത്യാഗങ്ങൾ നിത്യതയിൽ മഹത്തായ പ്രതിഫലം നേടും. അതുകൊണ്ട് ഇന്നേ ദിവസം പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സമർപ്പിതരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പനെയും അമ്മയും സഹോദരങ്ങളെല്ലാം വിട്ട് വിദൂരതയിൽ യേശുവിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് അനേകായിരങ്ങൾക്ക് വേണ്ടി യേശുവെ കൊടുക്കുവാനായിട്ട് തയ്യാറായി ജീവിക്കുന്ന എല്ലാ സമർപ്പിതരെയും ഇന്ന് കുർബാനയിലും അതുപോലെ ജപമാല പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ ഓർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്ന ദിവസമായി നമുക്ക് മാറ്റാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.